ഹായ് ഹലോ അസ്സലാമലൈക്കും റഹ്മത്തുള്ളാഹി എക്സാംപോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് 8mm പേൾ ബീഡ്സിൻ്റെ കളേഴ്സിൻ്റെ കളക്ഷൻസുമായിട്ടാണ്. അപ്പോൾ ആദ്യം വന്നിട്ടുള്ളത് നമ്മളെ ഒരു പിങ്കാണ്, ബേബി പിങ്കാണ്, ഡബിൾ പോളിഷിൻ്റെ പേൾ ബീഡ്സാണ്. അപ്പോൾ പുതിയ സ്റ്റോക്കാണ്. ഇതിൻ്റെ 6mm കളേഴ്സാണ് നമ്മളതിൽ അവൈലബിൾ ആയിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ 8mmൻ്റെതും കൂടി നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഈ ഒരു ഓറഞ്ച് ടൈപ്പാണ്. ഓറഞ്ച് ഒരു ബ്രിക്ക് കളറാണ് വരുന്നത്. ബ്രിക്ക് അല്ല, ഒരു ഓറഞ്ചിൻ്റെ ഒരു ബ്രിക്ക് ഒരു ഓറഞ്ച് ഷെയ്ഡ് തന്നെ. കുറച്ചും കൂടി ഡാർക്ക് ആണ്, നല്ല ബ്രൈറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. കുറച്ച് ചെറിയ വ്യത്യാസമല്ലോ വീഡിയോയിൽ കാണിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ലൈറ്റാണ്. പിന്നെ ഈ യെല്ലോ ആണ് വന്നിട്ടുള്ളത്, നല്ല ഷൈനിങ് ആയിട്ടുള്ള യെല്ലോ. പിന്നെ വന്നിട്ടുള്ളത് റെഡ് ആണ്. റെഡ് ഇത്ര ബ്രൈറ്റ് ഇല്ല കേട്ടോ, കുറച്ച് ഡാർക്ക് റെഡ് ആണിത്. അത് വീഡിയോയിൽ നമുക്ക് റെഡ് ഇങ്ങനെ ചില കളേഴ്സ് നമുക്ക് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടാണ് കാണിക്കുക. പിന്നെ ഗ്രീൻ, ഇത് സെയിം കളർ തന്നെയാണ്. ഗ്രീന് നല്ല ഡാർക്ക് ഗ്രീന്. പിന്നെ ലാസ്റ്റ് വരുന്നത് നമ്മളെ ഈ ഒരു വയലറ്റ് കളറാണ്. വയലറ്റ് പർപ്പിൾ അല്ല, വയലറ്റ്. വീഡിയോയിലുള്ള ഏകദേശം സെയിം കളർ. കുറച്ച് ബ്രൈറ്റ് കുറവാണേ ഉള്ളൂ. അപ്പം ഇതിനൊക്കെ വരുന്നത് ഒരു സ്ട്രിങ്ങിന് 11 രൂപയാണ് വരുന്നത്. വൈറ്റ് പറഞ്ഞില്ല, ക്രീം കളർ. ഓപ്പൺ ചെയ്തു. ക്രീം കളർ ഓൾറെഡി നമ്മൾ ഈ സ്റ്റോക്ക് ഉണ്ടായിരുന്നതാണ്, റീസ്റ്റോക്ക് ചെയ്യാനായിട്ടാണ് കേട്ടോ. കളേഴ്സ് മാത്രമാണ് നമ്മൾ പുതുതായിട്ട് സ്റ്റോക്ക് വന്നത്. ക്രീം 8mm തന്നെയാണ് വരുന്നത്. ഇത് ക്രീം നമ്മൾ ആദ്യം വന്നത് നല്ലൊരു ക്രീമായിരുന്നു. ഇത് അത്ര ക്രീം ഇല്ല, ഒരു ഓഫ് വൈറ്റിനോട് അടുപ്പിച്ചിട്ട് വരുന്ന ഒരു ക്രീം കളർ തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു സ്ട്രിങ്ങിന് 11 രൂപയാണ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മളെ 6mm പേൾ ബീഡ്സ് ആണ്. അതിൽ ക്രീം കളറും ഉണ്ട്, പിന്നെ വൈറ്റും ഉണ്ട്. ഇതിന്റെ കളേഴ്സ് നമ്മളിൽ അവൈലബിൾ ആണ്. അപ്പം ഇതിന്റെ ക്രീം കളറിന് 9 രൂപയാണ് വരുന്നത്. വൈറ്റിന് 10 രൂപയാണ് വരുന്നത്. ഇതൊക്കെ റീസ്റ്റോക്ക് ചെയ്തതാണ്. പിന്നെ വൈറ്റിൽ 4mm, ഇതിന് 2 സ്ട്രിങ്ങിന് 10 രൂപയാണ് വരുന്നത്. പിന്നെ വൈറ്റിൽ നമ്മളിത് 3mm മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 10mm വരെ ഉള്ള സൈസസ് ഒക്കെ അവൈലബിൾ ആണ്. നമ്മളെ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 10mm ആണ് വരുന്നത്, ക്രീം കളറ്. ഇതിന് ഒരു സ്ട്രിങ്ങിന് 18 രൂപയാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു സ്ട്രിങ് എത്രയാണ് ഉണ്ടാവുക വെച്ചാൽ, ഇതൊരു സ്ട്രിങ് ഏകദേശം ഒരു 20 ഗ്രാമാണ് ഉണ്ടാവുക കേട്ടോ. 10mmൻ്റെതാ പറയുന്നത്. ഒരു സ്ട്രിങ് ഏകദേശം ഒരു 20 ഗ്രാമോളം വരും. ഇതാണ് ഒരു സ്ട്രിങ് എന്ന് പറയുന്നത്. ഒരു സ്ട്രിങ് 8mm ഒരു സ്ട്രിങ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു സ്ട്രിങ് 8mm. ഇത്രയാണ് 6mm രൂപ. പിന്നെ വന്നിട്ടുള്ളത് നമ്മളെ 4mm ഗോൾഡ് ആണ് വന്നിട്ടുള്ളത്. അതൊരു സ്ട്രിങ് ആയിട്ടുള്ള ഒരു മാല പോലെയാണുള്ളത്. ഇത് ഇങ്ങനെ ഒരു മാല ആയിട്ടാണുള്ളത്. ഇങ്ങനെ ഒരു മാല ആയിട്ടാണ് ഉണ്ടാവുക. ഈ ഒരു മാലക്ക് 8 രൂപയാണ് വരുന്നത്. ഇതിന്റെ 4mm ഇത് 3mm. 3mmന് ഒരു മാലക്ക് 7. ഒരു മാല ഇത്ര ഉണ്ടാവും. 7 രൂപയാണ് വരുന്നത്. അപ്പോൾ ഗോൾഡിൻ്റെ ആദ്യം നമ്മൾ 3mm മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ പിന്നെ 4mm കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കളക്ഷൻസ്. അപ്പോൾ ശാസ്ത്രമേളയ്ക്കാണ് വരുന്നത്. അപ്പോൾ ശാസ്ത്രമേളയ്ക്ക് അധികം ആൾക്കാർ നമ്മളോട് പേൾ ബീഡ്സിനാണ് ചോദിക്കുക. അപ്പോൾ 8mm അഥവാ 8mmനാണ് അധികം ആൾക്കാർ ചോദിക്കുക. അപ്പോൾ ശാസ്ത്രമേളക്കൊക്കെ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാവുന്നതായിരുന്നു. അപ്പോൾ ഗിവ് അവേന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗിവ് അവേന്റെ വിന്നറെ സെലക്ട് ചെയ്യാൻ അനൗൺസ് ചെയ്യാം. ആരെങ്കിലും പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറയുക, കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഗിവ് അവേ കമൻറ്റിലൂടെയാണ് നമ്മൾ ഗിവ് അവേ വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു 2-3 ദിവസം, മാക്സിമം ഒരു 5 days ആണ് എടുക്കുക. അപ്പോൾ 5 daysനുള്ളിൽ നമ്മൾ പിന്നെ ഗിവ് അവേൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ
പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ വയർബോ ചെയ്യുമ്പോൾ അഥവാ നമ്മളെ കോപ്പർ വയറൊക്കെ ഉപയോഗിച്ചിട്ട് പേൾ ബീഡ്സിൻ്റെ ഐറ്റംസ് ചെയ്യുമ്പോൾ തുരുമ്പിക്കുന്ന പ്രശ്നമുണ്ടെന്നൊക്കെ കുറേ ആൾക്കാർ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ സാധാരണ നോർമൽ പേൾ ബീഡ്സ് യൂസ് ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ ഒരു പ്രശ്നം വരിക. ഡബിൾ പോളിഷിൻ്റെ പേൾ ബീഡ്സ് ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും പിന്നെ തുരുമ്പിക്കുന്നതോ അങ്ങനെ ഉള്ള ഒരു ഇഷ്യൂസും ഉണ്ടാവില്ല. സാധാരണ നോർമൽ പേൾ ബീഡ്സ് ഉപയോഗിച്ചിട്ട് ആരും വയർബോ ചെയ്യാനോ അല്ല കോപ്പർ വയർ യൂസ് ചെയ്തിട്ട് ചെയ്യാനോ നിൽക്കാൻ പാടില്ല. കാരണം അതിന് ഒരു ദിവസത്തിന് ശേഷം തന്നെ അതിന്നൊരു ഉപ്പുവെള്ളം പോലെയുള്ള എന്തോ ഒരു പുറത്തേക്ക് വരികയും നമ്മൾ വയർബോ ചെയ്ത ബോക്കെ തുരുമ്പിക്കുന്നൊരു പ്രശ്നം കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ നോർമൽ പേൾ ബീഡ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ പേൾ ബീഡ്സ് എപ്പോഴും നമ്മളിത് ഓർഡർ എടുക്കാറില്ല, പക്ഷെ നമുക്ക് അബദ്ധത്തിൽ കിട്ടിയതാണ്. അപ്പോൾ നമ്മളിത് ചെറിയ എമൗണ്ടിലായിരുന്നു കൊടുത്തിരുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇത് ഇപ്പോൾ മഴയെല്ലാം കഴിഞ്ഞപ്പോൾ വെള്ളം വറ്റി, ഇപ്പോൾ അതിൻ്റെ പുറത്തെല്ലാം നോക്കിയേ ഉപ്പിൻ്റെ ഒരു അംശം പോലെ കാണുന്നുണ്ട്. ശരിക്കും ഉപ്പ് തന്നെ, അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുക, വയർബോ ആയാലും നമ്മൾ കോപ്പർ വയർ യൂസ് ചെയ്തിട്ട് അങ്ങനെ മെറ്റൽ ഐറ്റംസ് എന്ത് ചെയ്യുമ്പോഴും ഇതിൽ നിന്ന് തുരുമ്പ് പുറത്തേക്ക് വരും. അഥവാ ഇതിൽ നിന്ന് ഉപ്പുവെള്ളം പുറത്തേക്ക് വന്ന് നമ്മളെ മെറ്റലല്ലേ വരുന്നത്, അപ്പോൾ മെറ്റലിൽ നിന്ന് തുരുമ്പ് പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ ആരും നമ്മൾ വയർബോയിൽ സാധാരണ നോർമൽ പേൾ ബീഡ്സ് യൂസ് ആക്കാതിരിക്കുക. അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾക്ക് ഉപ്പ് ഇങ്ങനെ കാണുന്നുണ്ട്, അതുകൊണ്ടാ ഉപ്പിൻ്റെ അംശം തന്നെ ശരിക്കും മനസ്സിലാവും. അതുകൊണ്ട് നമ്മളിത് സെയിലാക്കല്ല, അധികം ആൾക്കാർക്കും ഇത് ഫ്രീ ആയിട്ടാണ് കൊടുക്കാറ്. അപ്പോൾ മാലയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നം വരില്ല. പക്ഷെ ഇങ്ങനെ വയർബോ അങ്ങനത്തെ ഹെയർ ബാൻഡ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും നന്നായിട്ട് കിട്ടൂല. അത് പിറ്റേത്തെ ദിവസം തന്നെ തുരുമ്പിക്കുന്ന അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ആരും നോർമൽ പേൾ ബീഡ്സ് യൂസ് ചെയ്തിട്ട് അത് വൈറ്റ് ആയാലും ഓഫ് വൈറ്റ് ആയാലും കളേഴ്സ് ആയാലും ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം. എപ്പോഴും ഉപയോഗിക്കുന്നുണ്ടത് നമ്മളെ ഡബിൾ പോളിഷിൻ്റെ പേൾ ബീഡ്സ് യൂസ് ചെയ്യാം. ഈ പേൾ ബീഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇഷ്യൂസും വരില്ല. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.